ഉത്തര കൊറിയയും റഷ്യയും വളരെ അടുത്ത സൗഹൃദ രാജ്യങ്ങളാണ്. അതുമാത്രമല്ല, ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയൻ സൈനികരെ വരെ റഷ്യയ്ക്ക് സഹായമായി അയക്കുന്ന അത്ര അടുത്ത ബന്ധത്തിലാണ് ഇവരിപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് നന്നായി അറിയാം. ഇപ്പോൾ കിം ജോങ് ഉൻ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഉത്തര കൊറിയൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത വാർത്തയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, റഷ്യയിൽ യുദ്ധം ചെയ്യുന്ന ഉത്തര കൊറിയൻ സൈനികർക്ക് അദ്ദേഹം വലിയ നന്ദി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സൗഹൃദ രാജ്യവും നമ്മുടെ സുഹൃത്തും പ്രതിസന്ധിയിലായാൽ നമ്മൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് കിം ജോങ് ഉൻ പറഞ്ഞത്. മാത്രവുമല്ല, റഷ്യയ്ക്ക് ഇനി സഹായം ആവശ്യമായാൽ ഉത്തര കൊറിയയിൽ നിന്നുള്ള കൂടുതൽ സൈനികരെ അയക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോരാടി തിരിച്ചെത്തിയ സൈനികർക്ക് ഈ അവസരത്തിൽ മെഡലുകൾ നൽകി ആദരിച്ചു. അതിനാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയൻ വേർഷൻ 2.0 ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ. അതേസമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ ബോംബ് പോലുള്ളൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മൂന്നാം ലോക മഹായുദ്ധം വളരെ വേഗത്തിൽ വരും. യൂറോപ്യൻ യൂണിയൻ ഉക്രൈനിൽ നടത്തുന്ന ഇടപെടലുകൾ കാണുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാതെ അവർ വിടില്ല. ഈ രീതിയിൽ ട്രംപ് നിരവധി വാർത്തകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ 3 ദിവസമായി വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാറ്റേൺ എന്താണെന്ന് അറിയണ്ടേ? കഴിഞ്ഞ 3-4 ദിവസമായി ട്രംപ് യൂറോപ്യൻ യൂണിയനെ വളരെ ശക്തമായി ആക്രമിക്കാൻ തുടങ്ങി. അത് തുടക്കത്തിൽ വാക്കുകൾ കൊണ്ട് മാത്രമായിരുന്നു. ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയി യൂറോപ്യൻ യൂണിയനെ മുഴുവനും കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന ഭരണകൂടം പൂർണ്ണമായും ക്ഷയിച്ചിരിക്കുന്നു. വയോധികർ നിയന്ത്രിക്കുന്ന ഭരണമാണ് അത്. ഇങ്ങനെ അദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മൂന്നാം ലോക മഹായുദ്ധം നടക്കരുത് എന്ന് ഞാൻ വളരെ കഷ്ടപ്പെടുകയാണ് എന്നും ട്രംപ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ 8 രാജ്യങ്ങളിൽ 8 സ്ഥലങ്ങളിൽ താൻ സമാധാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അവകാശവാദം. കംബോഡിയ, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ. ഇപ്പോൾ 9ാമത്തെ ലക്ഷ്യമായി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ ശ്രമങ്ങളെ യൂറോപ്യൻ യൂണിയൻ അംഗീകരിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ ആരോപണം. ഉക്രൈൻ എങ്ങനെയെങ്കിലും റഷ്യക്കെതിരായി ജയിക്കണം എന്ന മനോഭാവത്തോടെ യൂറോപ്യൻ യൂണിയൻ എടുക്കുന്ന നടപടികൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ തിരിച്ചടിയായി മാറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ തുടർന്നും എടുത്താൽ, അല്ലെങ്കിൽ റഷ്യ വിരുദ്ധ വികാരം ഉക്രൈനിൽ തുടർച്ചയായി അടിച്ചേൽപ്പിച്ചാൽ തീർച്ചയായും മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ യൂറോപ്യൻ യൂണിയൻ തന്നെയാകും കാരണം എന്നാണ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്. ഈ പ്രസ്താവനകൾ കേട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇന്ന് കൊലീഷൻ ഓഫ് വില്ലിംഗ് എന്ന യോഗം നടത്തേണ്ടിയിരുന്നതാണ്. പക്ഷേ ഈ വാർത്തകൾക്ക് ശേഷം യോഗത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. റൗണ്ട് 1 നടന്നു, റൗണ്ട് 2 നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ഈ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രംപിൽ നിന്ന് വന്നതിന് ശേഷം ആ മീറ്റിങ്ങിനെ കുറിച്ചുള്ള യാതൊരു വിവരവും പുറത്തു വന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായത് യൂറോപ്യൻ യൂണിയനെ എങ്ങനെയെങ്കിലും കോർണർ ചെയ്ത് റഷ്യയ്ക്ക് അനുകൂലമായ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന മാനസികാവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ്. അടുത്ത് മറ്റൊരു കാര്യം, നാറ്റോയുടെ സെക്രട്ടറി ജനറൽ അടുത്തിടെ ഒരു പ്രസ്താവന നടത്തി. റഷ്യയുടെ അടുത്ത ലക്ഷ്യം തീർച്ചയായും നാറ്റോ തന്നെയായിരിക്കും. ഇന്ന് നാം ഉക്രൈനെ തോൽക്കാൻ വിട്ടാൽ നാളെ റഷ്യ നമ്മളെയാകും ലക്ഷ്യമിടുക. അതുകൊണ്ട് നാറ്റോയിലെ എല്ലാ രാജ്യങ്ങളും പൂർണ്ണമായും തയ്യാറായിരിക്കണം. റഷ്യക്കെതിരെ പോരാടാൻ നമ്മൾ മുഴുവനും സജ്ജരാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ട്രംപ് പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കണം, ഇത് അമേരിക്കയുടെ യുദ്ധമല്ല, യൂറോപ്പിന്റെ യുദ്ധമാണ്, അവർ തന്നെ അത് നോക്കിക്കൊള്ളട്ടെ എന്ന്. ഇങ്ങനെയിരിക്കെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ഇതെല്ലാം വെറും വാക്കുകളുടെ ഒരു യുദ്ധം മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അമേരിക്ക ഇല്ലാത്ത നാറ്റോ എന്നത് ഒരു ബാറ്ററി എടുത്തു കളഞ്ഞ റിമോട്ട് കാർ പോലെ ആയിരിക്കും. അത് പ്രവർത്തിക്കില്ല, അത് വെറുതെ അവിടെ കിടക്കും. ഈ കാറിന്റെ പവർ സോഴ്സ് അമേരിക്കയാണ്. അമേരിക്ക ഇല്ലെങ്കിൽ നാറ്റോയ്ക്ക് ഉക്രൈനെ എന്നല്ല, തങ്ങളെ പോലും സംരക്ഷിക്കാൻ കഴിയുക അസാധ്യമാണ്. അതും ഇനി ആണവായുധങ്ങളെ ആശ്രയിച്ചായിരിക്കും മാറുക. പക്ഷേ അണുവായുധങ്ങളുടെ കാര്യം എടുത്താൽ പോലും റഷ്യ എന്നത് എല്ലാ രാജ്യങ്ങളെയും മറികടക്കുന്ന ഒരു ശക്തിയാണ്. അതിനാൽ നാറ്റോ പറയുന്ന വാക്കുകളോ നാറ്റോ ഉദ്യോഗസ്ഥരിൽ നിന്ന് വരുന്ന പ്രസ്താവനകളോ ഈ ഘട്ടത്തിൽ വെറും ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങൾ മാത്രമാണ്. അതേസമയം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിന് അത്യന്തം പ്രധാനപ്പെട്ടൊരു കാര്യമായി മാറിയിരിക്കുന്നു. ഇന്നലെ പോലും വെനസ്വേലയിലുള്ള ഒരു ടാങ്കർ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല,
ആദ്യമായാണ് അമേരിക്ക നേരിട്ട് ഇങ്ങനൊരു നടപടി എടുത്തിരിക്കുന്നത്. ഇതിനു മുൻപൊക്കെ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ചു എന്ന് ആരോപിക്കപ്പെട്ട ഒരു സ്പീഡ് ബോട്ടുകളെയൊക്കെ ഇവർ നശിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആദ്യമായാണ് വെനീസുലയിലെ ഒരു കപ്പൽ അമേരിക്ക നേരിട്ട് പിടിച്ചെടുക്കുന്നത്. ഇതിനർത്ഥം അടുത്ത ഘട്ടമായി വെനീസുലയിലേക്ക് ട്രംപ് പ്രശ്നം സൃഷ്ടിക്കാൻ പോകുന്നുവെന്നാണ്. ഇന്നലെ പോലും വെനീസുലയിലെ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിച്ചാൽ മാത്രമേ ട്രംപിന് തന്റെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കാൻ കഴിയൂ. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ശ്രമത്തിനിടയിൽ എല്ലാ കുറ്റവും തൻ്റെ മേൽ വീഴരുത് എന്നുള്ളതും ട്രംപിന്റെ ഒരു ലക്ഷ്യമാണ്. അതായത് എല്ലാം ചെയ്തിട്ട് അവസാനം ഇങ്ങനെ കൈയൊഴിഞ്ഞു പോയി എന്ന ഒരു കുറ്റം വരാതിരിക്കാനായി ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാറ്റോ സെക്രട്ടറി ജനറലിന്റെ ഈ പ്രസ്താവനയും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കാണേണ്ടത്. ഇതിനിടയിൽ ഉക്രൈനിൽ 2 സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട്. രണ്ടിനെയും ഉക്രൈൻ ഭീകരാക്രമണങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു സംഭവത്തിൽ പട്രോളിംഗിലായിരുന്ന ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ടു. തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനത്തിൽ പെട്ടെന്ന് സ്ഫോടനം ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത് എന്ന് അധികൃതർ പറയുന്നു. ആ ഓഫീസറെ രക്ഷിക്കാനായി ഫസ്റ്റ് എയ്ഡൊക്കെ നൽകാനായി സംഘം എത്തിയെങ്കിലും അതേ സ്ഥലത്ത് തന്നെ രണ്ടാമത്തെ ആക്രമണവും നടന്നു. ഇത് ഡബിൾ ടാപ്പ് സ്ട്രൈക്ക് എന്ന രീതിയിലുള്ള ആക്രമണമാണെന്നും പറയുന്നു. രണ്ടാമത്തെ സ്ഫോടനത്തിൽ 4 ഉദ്യോഗസ്ഥർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഇതുവരെയും ഔദ്യോഗികമായി ഒരാൾ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെ ഉക്രൈൻ പ്രസിഡന്റും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരവാദിത്തം നേരിട്ട് റഷ്യക്കാണെന്നും അദ്ദേഹം ആരോപിച്ചു. റഷ്യൻ ഭീകരത നേരിട്ട് ഉക്രൈൻ സൈനികരെ മാത്രമല്ല സാധാരണ ജനങ്ങളെയും ലക്ഷ്യം വയ്ക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭീകരത്വ ആക്രമണങ്ങളിലൂടെ അവർ പൊതുജനങ്ങളെ കൊല്ലുകയാണെന്നും ഉക്രൈൻ പ്രസിഡന്റ് ഒരു തുറന്ന വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ സാധാരണ പൗരന്മാരുണ്ടായിരുന്നോ എന്നത് വേറെ വിഷയം. പക്ഷെ ഒരു പോലീസ് ഓഫീസർ മരിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് മുൻപ് റഷ്യൻ സൈന്യത്തിലെ ഒരു മുതിർന്ന ജനറലിനെ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു സ്കൂട്ടറിൽ ബോംബ് വെച്ച് കൊലപ്പെടുത്തിയത്. ഇനിയും പല സ്ഥലങ്ങളിലും സാധാരണ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ് എന്ന് പോലും പരിഗണിക്കാതെ റഷ്യൻ സൈനികരുടെ ഈ കോൺവോയ് ആ പ്രദേശങ്ങളിലൂടെ നീങ്ങുമ്പോൾ തന്നെ അവിടങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ റഷ്യ ചെയ്താൽ തെറ്റ്, ഉക്രൈൻ ചെയ്താൽ ശരി എന്ന മനോഭാവത്തിലാണ് പലരും സംസാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇരുപക്ഷവും ചെയ്യുന്ന കാര്യം തെറ്റ് തന്നെയാണ്. വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥ ഭീകരാക്രമണങ്ങളായി ഈ ഘട്ടത്തിൽ കണക്കാക്കപ്പെടേണ്ടത്. ഇരുവശത്തും ഇങ്ങനെ പരസ്പരം കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ ഒരു ബ്ലെയിം ഗെയിം എളുപ്പത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടമായി ഉത്തര കൊറിയയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആമുഖത്തിൽ തന്നെ ഞാനത് പറഞ്ഞിരുന്നു, വീണ്ടും പറയുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോരാടിയ ഉത്തര കൊറിയൻ സൈനികർക്ക് വൻ അവാർഡുകളും വലിയ ശമ്പള വർധനവും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതുവരെ ഏകദേശം 30,000 ഉത്തര കൊറിയൻ സൈനികരെ ഉക്രൈൻ യുദ്ധത്തിനായി റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് നിലവിലെ കണക്കാണ്. കൃത്യമായ എണ്ണം വ്യക്തമല്ല. എങ്കിലും ഇതിലും അധികമാകാനുള്ള സാധ്യതയാണുള്ളത്. കുറയാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. ഇനി അടുത്ത ഘട്ടമായി ഉക്രൈൻ യുദ്ധത്തിനായി റഷ്യയിലേക്ക് അയക്കുന്ന ഉത്തര കൊറിയൻ സൈനികരുടെ എണ്ണം വീണ്ടും വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാം തന്നെ പൂർണ്ണമായി വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ്. ആ മാൻ പവർ മുതൽ ജീവിത രീതി വരെ എല്ലാം വേറിട്ടൊരു ലോകം. നമ്മൾ ഒരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ ഉത്തര കൊറിയ മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്. അവർക്ക് അവരുടെ ഈ കിം കുടുംബമാണ് ഒരു ദൈവസമാനം. അവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയവും കിം കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ പോലും അവർ ഉപയോഗിക്കുന്നില്ല. അതിനാൽ അവരുടെ ആ ലോകം അത് പൂർണ്ണമായും വേറിട്ടതാണ്. നമുക്കൊന്നും ചിന്തിച്ചു നോക്കാൻ പോലും കഴിയില്ല അങ്ങനൊരു ലോകം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് പോകുന്നത് ഒരു പുതിയ അനുഭവമാണ്. അവർ ഇവിടെ വന്ന് ആദ്യമായി ഇന്റർനെറ്റ് അനുഭവിക്കുന്നു. അതിലൂടെ അനവധി കാര്യങ്ങളിലേക്ക് ആക്സസ് ലഭിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നു. കൂടാതെ വലിയ ശമ്പള വർധനവ് ലഭിക്കുമ്പോൾ അനേകം ആളുകൾ സ്വമേധയാ യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ അഭിമാനത്തോടു കൂടി സംസാരിക്കേണ്ട കാര്യമല്ല. ഇതൊരു വലിയ സൈക്കോളജിക്കൽ ബ്രീച്ചാണ്. അതാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവിടെ യുദ്ധത്തിനായി മുന്നോട്ട് വരുന്നവരിൽ പലരും ആഡംബര ജീവിതം ലക്ഷ്യം വെച്ചല്ല മുന്നോട്ട് വരുന്നത്. ഇവിടെ യുദ്ധം ചെയ്താലും മരിക്കും, അവിടെ യുദ്ധം ചെയ്താലും മരിക്കും. ഇനി അവിടെ ചെന്ന് യുദ്ധം ചെയ്താൽ ഒരു പുതിയ ലോകമെങ്കിലും കാണുമല്ലോ. ഇനി അവിടെ ചെന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ കുടുംബത്തിന് കുറച്ച് പണം കിട്ടും, കുടുംബമെങ്കിലും സമാധാനമായി ജീവിക്കുമല്ലോ. ആ ഒരു മനോഭാവത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ ഉത്തര കൊറിയ സ്വന്തം സൈനികരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യവും ഇവിടെ ഗൗരവമായി വിലയിരുത്തേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു. അവസാനമായി റഷ്യയുടെ ഏകദേശം 210 ബില്യൺ യൂറോ മൂല്യമുള്ള ആസ്തികൾ യൂറോപ്യൻ യൂണിയൻ ഫ്രീസ് ചെയ്തിട്ടുണ്ടല്ലോ.
എന്നാൽ ആ ആസ്തികൾ ഇപ്പോൾ ലേലം ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ യാതൊരു വ്യക്തമായ തീരുമാനവും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഇല്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോസൺ ആയ ആസ്തികൾ അതേ നിലയിൽ തന്നെ തുടരുകയാണ്. ഭാവിയിൽ ആവശ്യമുണ്ടായാൽ ഈ പണങ്ങൾ ഉക്രൈന്റെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അവർ പറഞ്ഞു. പക്ഷേ നിലവിൽ എന്ത് ചെയ്യണമെന്നുള്ളതിൽ വ്യക്തതയില്ല എന്നാണ് അവരുടെ നിലപാട്. ഇതിലൂടെ യൂറോപ്യൻ യൂണിയൻ തന്നെ ഒരു വലിയ ടേൺ എടുത്തിരിക്കുകയാണ്. കാരണം ഇതുവരെയും ഈ ആസ്തികളൊക്കെ വിറ്റ് ഉക്രൈന് നൽകും, ഉക്രൈന്റെ കടങ്ങൾ തീർക്കാൻ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന യൂറോപ്യൻ യൂണിയൻ ഇന്ന് അങ്ങനെ ഒരു ഐഡിയ പോലും ഞങ്ങൾക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കാണപ്പെടുന്ന ട്വിസ്റ്റുകളേക്കാൾ വലിയ ട്വിസ്റ്റാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സും ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.